ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ബസ് വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ബസ്സൊന്നും വരുന്നില്ല. അപ്പം ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളെയും കാണിക്കാം, നമുക്ക് പോകാം. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് കരാമയിൽ പോയി കഴിഞ്ഞാൽ ഡേ ടു ഡേയിലാണ്. ഡേ ടു ഡേ പോയി ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര രസമാണ്. കുറേ സമയം എന്തായാലും ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ നടക്കും. എല്ലാ സാധനങ്ങളും ഒന്ന് കാണും. ഒന്നും വാങ്ങിയില്ലെങ്കിലും എല്ലാം ഇങ്ങനെ കാണും. ഇന്ന് പക്ഷേ നമ്മൾ വന്നത് വേറൊരു കാര്യത്തിനാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് തരണേ. പിന്നെ ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അവളാണ് ദാണ്ടാ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്കപ്പോൾ ഞങ്ങളൊരു കേക്കും ഡ്രസ്സും ഒക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ കരാമ പാർക്കിൽ ഇന്ന് കൂടാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ വൈകിട്ടാണ് എത്തിയത്. ഞങ്ങളെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുനിത വെള്ളമൊക്കെ കുടിക്കണം, അവൾ കുറച്ച് നടന്നു. അവൾ ബർത്ത്ഡേക്കാരി ഇങ്ങനെ കൈയൊക്കെ എല്ലാവരെയും വീശി കാണിക്കുകയാണ്, കേക്ക് കഴിക്കാൻ എല്ലാവരെയും വിളിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് അവൾക്ക് കേക്കൊക്കെ കൊടുത്തു. അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവൾ ഒരിടത്തൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അവൾക്ക് കേക്കൊന്നും വാങ്ങിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവൾക്കൊരു സർപ്രൈസ് കൊടുത്തതാണ്. കവിത പ്രാർത്ഥിക്കുകയാണ് അവൾ 50 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ. അത് കേട്ട് അവൾക്ക് ചിരി വരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര ചിരിയൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ഞങ്ങൾ അവൾക്കും കൊടുത്തു. പിന്നെ അവൾ ഭീമയാണെങ്കിൽ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം എടുത്ത് സെർവ് ചെയ്ത് അവിടെ നിന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൊടുത്തു, കുറേ പേർക്കൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടങ്ങ് പോയായിരുന്നു. ഞങ്ങൾ മിക്ക ആഴ്ചകളിലും ഇങ്ങനെ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ കൂടാറുണ്ട്. എല്ലാവരും പല സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്നൊക്കെ വരും. എവിടെയാണ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുക. അങ്ങനെ ഇവിടെ ഗ്രൂപ്പൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മയും ഇവിടെ ഉണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഈ ഒരു കൂട്ടത്തിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് ആ ഒരു വീക്കെൻഡ് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര റിലീഫാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് കൂടി അതിനുശേഷം വൈകുന്നേരം ആയപ്പം പിന്നെ എല്ലാവരും ഓരോരുത്തരും താമസിക്കുന്നിടത്തേക്ക് പോകാനുള്ള ടൈമൊക്കെ ആയി. അങ്ങനെ കേക്കൊക്കെ ഇങ്ങനെ ക്യൂ എല്ലാവരും കഴിച്ച് തീർത്ത് അവിടെ നിന്നിരുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ പോകാൻ സമയമായി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.